ആദ്യം തന്നെ ദൈവവചനത്തിലൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. എന്നറിയാമോ? ആദ്യം ഈ കാര്യങ്ങളൊക്കെ അനുഭവിച്ചറിയണമെങ്കിൽ ആദ്യം നമ്മൾ അതിലേക്കൊന്ന് നോക്കണം. ആമേൻ. അനുഭവിച്ചറിയണമെങ്കിൽ ആദ്യം നമുക്ക് അതിലേക്കൊന്ന് നമ്മൾ നോക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പല എക്യുപ്മെന്റ്സുകളും ഉണ്ടാകും. ചിലപ്പോൾ TV മേടിച്ചിട്ടുണ്ടാകും, വാഷിംഗ് മെഷീൻ മേടിച്ചിട്ടുണ്ടാകും, മിക്സി വാങ്ങിച്ചിട്ടുണ്ടാകും. അതെല്ലാം വാങ്ങിക്കാൻ കാരണം എന്നറിയാമോ? ആദ്യം നിങ്ങൾ അതിലേക്കൊന്ന് നോക്കി. എന്നിട്ട് കടന്നുപോയി കഴിഞ്ഞപ്പോൾ അതിന്റെ ചിന്ത നിങ്ങളുടെ മനസ്സിലായി. പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങി. അങ്ങനെ ആ ചിന്ത ഒരു ദിവസം ആ മെറ്റീരിയൽ വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരാൻ ഇടയാക്കി. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ആദ്യം നിങ്ങൾ എവിടെയോ വെച്ച് അതൊന്ന് കണ്ടു. ഈ രീതിയിലുള്ള ഒന്ന് എനിക്കും വേണോ എന്ന് നിങ്ങളൊരു തീരുമാനമെടുത്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിക്കുകയായി. അത് നിങ്ങൾക്ക് പണമില്ലയോ, നിങ്ങൾ അതിനുവേണ്ടി കുറേശ്ശെ അല്പാൽപമായി പണം സേവ് ചെയ്യാൻ തുടങ്ങി. അതെല്ലാം നിങ്ങൾ വാങ്ങിക്കുവാനിടയായി. പക്ഷെ ഇവിടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഫ്രീയാ. ഇതിന് പണം ഒന്നും കൊടുക്കേണ്ട. പക്ഷെ ഒരു വിലയുണ്ട്, അനുസരണം എന്ന വില. അനുസരണം എന്ന വില നാം കൊടുക്കുവാൻ തയ്യാറാകണം. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇവിടെ പ്രത്യേക കാര്യം കൊണ്ടുവന്നിരിക്കുക ദൈവം. അന്ന് പ്രത്യേക ഒരു ഗിഫ്റ്റ് ബോക്സ് കൊണ്ടുവന്നിട്ട് നമ്മളോട് പറഞ്ഞ എന്തുവാ? ഒറ്റ കാര്യം നമ്മളോട് പറയുന്നുള്ളൂ, ലുക്ക്, നീ അതിലേക്ക് നോക്ക. ബിഹോൾഡ്, നീ അതിലേക്ക് ഒന്ന് നോക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നമുക്കതിലേക്ക് നോക്കുവാൻ പറ്റും പ്രിയ സഹോദരങ്ങളെ. കാരണം ഈ ബോക്സ് എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ ബോക്സാ. ഈ ദൈവരാജ്യത്തിലെ ജനിക്കപ്പെട്ട ദൈവ മക്കൾക്കുള്ള ബോക്സാ. ശ്രദ്ധിച്ച ഈ ബോക്സ് എന്താണെന്നറിയാമോ? നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഇപ്പോൾ അമേരിക്കയിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ, ആ ഗവൺമെന്റിന്റെ ഒരു പാക്കേജിന് ആ വ്യക്തി യോഗ്യതയുള്ളവനാ. ശരിയല്ലേ? ഹല്ലേലൂയ. ആ രാജ്യത്തിലെ പൗരനായിട്ടാണ് വന്നു കഴിയുമ്പോൾ തന്നെ ഒരു പാക്കേജ് അവന് ലഭിച്ചു. നിനക്ക് ഇന്ന ഈ മറ്റ് രാജ്യങ്ങളില്ലാത്ത ഈ ഉള്ളവർക്ക് ഇവിടെ കിട്ടാത്ത ഇന്ന ഫെസിലിറ്റികളൊക്കെ നിനക്ക് ഇവിടെ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ആ രാജ്യം കൊടുക്കുന്നതാണ് ആ ഗിഫ്റ്റ് ബോക്സ്, അല്ലെങ്കിൽ അവിടത്തേതായ ആ റൈറ്റ്സ് രാജ്യം കൊടുക്കുന്നതാ. ഇതേപോലെ തന്നെ ഞാൻ നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ എന്ത് സംഭവിച്ചതറിയാമോ? ഈ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നൊരു ഗിഫ്റ്റ് ബോക്സ്. കാരണം ഇന്ന റൈറ്റുകളെല്ലാം നിനക്കുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ജഡികരായ മനുഷ്യര്, പ്രാകൃതരായ മനുഷ്യര് എന്ത് സംഭവിച്ചു? അവർ ആ സ്റ്റാൻഡേർഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അവർക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അവരെ പഴയ കാഴ്ചപ്പാടിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുക? പണ്ട് ഒരു പക്ഷേ 2 കതിര പൊട്ടിച്ചപ്പോൾ എനിക്കൊരു അനുഗ്രഹം കിട്ടിയ വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇനിയും ഞാൻ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ 2 കതിര പൊട്ടിച്ചാൽ എനിക്ക് അനുഗ്രഹം കിട്ടാം, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഉരുണ്ടാൽ എനിക്ക് അനുഗ്രഹം കിട്ടാം, അല്ലെങ്കിൽ ചില നൊവേനകൾ കഴിച്ചാൽ എനിക്ക് അനുഗ്രഹം കിട്ടും. ഈ ഒരു മനോഭാവത്തോട് കൂടി ഇരിക്കാതെ, അല്ല എങ്കിൽ ഞാനൊരു 3 ദിവസം 21 ദിവസം ഫാസ്റ്റിംഗ് നടത്തിയാൽ എനിക്ക് അനുഗ്രഹം കിട്ടും. ഫാസ്റ്റിങ്ങിനോട് ഞാൻ എതിരല്ല. ദൈവം പറയുന്ന സമയത്ത് ഉപവസിച്ചാട്ടെ. അപ്പോൾ പ്രിയ ദൈവത്തിനെ മനസ്സിലാക്കുക, ഈ ഒരു മനോഭാവം വിട്ടിട്ട് നാം എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടല്ല ദൈവം നമുക്ക് തരുന്നത്. നാം ക്രിസ്തുവിൽ നാം വീണ്ടും ജനിക്കപ്പെട്ടത് കൊണ്ട് ദൈവം കടന്നു വന്നിരിക്കുകയാണ് ഒരു പ്രത്യേക ഗിഫ്റ്റ് ബോക്സുമായി. ആ ഗിഫ്റ്റ് ബോക്സ് ഈ സ്വർഗത്തിലെ സകല റൈറ്റ്സുകളും, അവിടുത്തെ പൗരന്മാർക്കുള്ള സകല റൈറ്റ്സുകളും ഈ ഗിഫ്റ്റ് ബോക്സ് നമുക്ക് തരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് കർത്താവ് പറയുന്ന ഒറ്റ കാര്യം, നീ അതിലേക്കൊന്ന് നോക്ക്. ഇതുവരെ നോക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് പരിതാപകരമായ അവസ്ഥയാണ്. ഇത് പരിതാപകരമായ അവസ്ഥയാ. അതിലേക്ക് ഒന്ന് നോക്കാം. അതിലേക്ക് നോക്കിയാൽ ആദ്യം നീ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. അതിലേക്ക് നോക്കിയാൽ ആദ്യം മനസ്സിലാക്കുന്നത്, ഞാൻ സ്വർഗത്തിലെ ഒരു പൗരനായി സ്വർഗരാജ്യത്തിൽ ഞാൻ ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നാം പറയാൻ പാകത്തില്ല, ഓ ഞാൻ നീ എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏതെങ്കിലും ABCD Z ചർച്ചിലെ അംഗമാണെന്ന്, Z ചർച്ചിലെ അംഗമാണെന്നും B ചർച്ചിലെ D ചർച്ചിലെ അംഗമാണെന്ന് നീ പറയത്തില്ല. പകരം ഞാൻ എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഞാൻ സ്വർഗീയ പൗരനാ. I'm a heavenly man. ഞാൻ സ്വർഗത്തിലെ പൗരനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ പറയുന്ന ക്രിസ്ത്യാനികളെ ഞാൻ കണ്ടിട്ടില്ല. പകരം എവിടെ നിന്ന് ചോദിച്ചാൽ ഞാൻ ABCD Z ചർച്ചിലെ അംഗമാണ്, ഇന്ന ചർച്ചിലെ അംഗമാണ്, ഇന്ന ചർച്ചിലെ അംഗമാണ്. പകരം നാം പറയുവാൻ ഇടയാകണം, ഹെവൻലി, I am a heavenly man. Born by the blood of Jesus Christ. ഞാനൊരു സ്വർഗീയ പൗരനാ, സ്വർഗീയ മനുഷ്യനാ. യേശുവിന്റെ രക്തത്താൽ സ്വർഗ രാജ്യത്തിൽ ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പറയുന്ന ഒറ്റ കാര്യം, നീ നോക്കുക. ഹല്ലേലൂയ. നോക്കാൻ തയ്യാറാണോ?
നോക്കാൻ തയ്യാറാണോ? കാരണം നോക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു പള്ളിപ്രമാണി കർത്താവ് യേശുവിന്റെ അടുക്കിലേക്ക് വന്നിട്ട് ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായി, നീ സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം അല്ല എങ്കിൽ നീ ചെയ്യുന്ന അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ആർക്കും കഴിയത്തില്ല. എന്നാൽ അത്ഭുതം പറഞ്ഞവനോട് കർത്താവിന് തിരിച്ചു പറയാനുണ്ടായത്, കർത്താവോടെ പൊങ്ങിയില്ല, പകരം തിരിച്ചു പറയാനുണ്ടായത്, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. ഹല്ലേലൂയ, ദൈവരാജ്യം കാണുകയില്ല. അപ്പോൾ വീണ്ടും ജനിച്ചാൽ എന്ത് സംഭവിക്കും? ദൈവരാജ്യം കാണാം, പക്ഷെ നമ്മൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ഹല്ലേലൂയ. കർത്താവിന്റെ അഭിപ്രായത്തിൽ വീണ്ടും ജനിച്ചാൽ ദൈവരാജ്യം കാണാം. പക്ഷെ പലരും ഇന്ന് വീണ്ടും ജനിച്ചിട്ട് ദൈവരാജ്യമല്ല, ലോകം തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ അഭിപ്രായമാണ് യഥാർത്ഥ അഭിപ്രായം. മറ്റു പലരും പറയുന്നതല്ല, ദൈവം പറയുകയാണ്, നീ വീണ്ടും ജനിച്ചാൽ ദൈവരാജ്യം കാണാം. ഹല്ലേലൂയ. അവകാശമാക്കണ കാര്യമല്ല പറഞ്ഞത്, കാണാം. ഹല്ലേലൂയ, ദൈവരാജ്യം കാണാം. പ്രിയരെ, അവകാശമാക്കുന്നതിന് മുമ്പുള്ള പരിപാടിയാണ് കാണുക എന്നുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈല് നിങ്ങളുടെ കയ്യിൽ, അത് വില കൊടുത്ത് അവകാശമാക്കുന്നതിന് മുമ്പ് നിങ്ങൾ അതിനെ കണ്ടു. ഹല്ലേലൂയ. ഇതുപോലെ ദൈവരാജ്യം കാണാം. കർത്താവ് പറയാണ്, ദൈവരാജ്യം കാണാം. എപ്പോൾ? നീ ക്രിസ്തുവിൽ ആയാൽ നിനക്ക് ദൈവരാജ്യം കാണാം. ഹല്ലേലൂയ. ഈ കണ്ടാൽ നമുക്ക് അവകാശമാക്കാം. ഇത് ദൈവത്തിന്റെ ഒരു പ്രത്യേകത, ദൈവവചനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അത് ലോകത്തിൽ സംഭവിക്കുന്നത് തന്നെ, കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവകാശമാക്കുകയാണ്. പ്രിയരെ, നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ പലതും അവകാശമാക്കാത്തതിന്റെ കാരണം ചിലതെല്ലാം നാം കണ്ടു, പക്ഷെ അവകാശമാകുന്നില്ല. മറ്റു ചിലർ കാണുന്നതേ ഇല്ല, അവകാശമാക്കുന്നില്ല. നാം ഈ ബോക്സിന്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ ബോക്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കാണുന്നതെന്ന് മനസ്സിലാക്കണ്ടേ? കണ്ടാൽ മാത്രമേ നമുക്ക് അവകാശമാക്കുവാൻ പറ്റത്തുള്ളൂ. അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, എബ്രഹത്തെ ദൈവം വിളിച്ചു വേർതിരിച്ചു. എന്നിട്ട് എബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ഇങ്ങനെയെല്ലാം അനുഗ്രഹിക്കാൻ പോവുകയാണ്, ഈ രീതിയിൽ അനുഗ്രഹിക്കാൻ പോവുകയാണ്. പക്ഷെ എബ്രഹാമിനെ അനുഗ്രഹിക്കാന്ന് പറഞ്ഞിട്ട് എബ്രഹാം നടന്നിട്ട് എബ്രഹത്തിന് അനുഗ്രഹം അനുഭവിക്കാൻ പറ്റുന്നില്ല. എബ്രഹത്തിന് അനുഗ്രഹം അനുഭവിക്കാൻ പറ്റുന്നില്ല. എബ്രഹത്തിന് അനുഗ്രഹം അനുഭവിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? നമുക്ക് വായിക്കാം. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം നമുക്ക് ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ 1-ാം വാക്യം നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം. ഒന്ന് വായിച്ചാട്ടെ സിസ്റ്റർ. യഹോവ അബ്രഹാമിനോട് ഇപ്രകാരം അരുളി ചെയ്തു, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോവുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഞാൻ നിന്നെ വലിയ ഒരു ജാതിയാക്കും. നിന്നെ അനുഗ്രഹിച്ച നിന്റെ പേർ വലുതാക്കും. നിന്റെ അനുഗ്രഹിച്ച നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഈ വാഗ്ദത്തങ്ങളെല്ലാം പ്രാപിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്, മുന്നോട്ടേക്ക് പോവുകയാണ്. പക്ഷേ പ്രിയ ദൈവത്തിന്റെ ജനമേ, ദൈവം ഇവിടെ പറയുന്നത് ഒരു പർട്ടിക്കുലർ ലെവൽ വരെ ദൈവം ഈ ഭൂമിയുടെ അവകാശം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്, വലിയ ജാതിയാക്കുമെന്ന് പറഞ്ഞിട്ട്, ഒരു പർട്ടിക്കുലർ ലെവൽ വരെ ദൈവം അതിലേക്ക് മുന്നേറുവാൻ ദൈവം അബ്രഹാമിനോട് പറയുന്നില്ല. പക്ഷെ ഒരു പർട്ടിക്കുലർ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ നീ ഒരു കാര്യം ചെയ്യ്, നീയെ ഞാൻ പറഞ്ഞ അനുഗ്രഹത്തിലേക്ക് നീ മുന്നേറ് എന്ന് സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനോട് പറയുക. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തില് പല പല വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കാം. എന്നാൽ അതിലേക്ക് പലപ്പോഴും നമുക്ക് കയറുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ നമുക്ക് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണ്. ദൈവം നമുക്ക് വലിയൊരു ഗിഫ്റ്റ് ബോക്സ് കൊണ്ട് വന്നിരിക്കുക, നമുക്ക് തരുവാൻ വേണ്ടി മാത്രം. തിരിച്ച് ഈ വചനവുമായിട്ട്, ഈ വാഗ്ദത്തവുമായിട്ട് അബ്രഹാം ഇറങ്ങിത്തിരിക്കുമ്പോൾ എബ്രഹാമിന്റെ കൂടെ അബ്രഹാമിൻ്റെതായ സഹോദരനായ ലോത്ത്, അതായത് സഹോദരന്റെ മകൻ ലോത്ത് തന്റെ കൂടെയുണ്ട്. ഈ ലോത്തുമായിട്ട് കടന്നു പോവുകയാണ്.
ഇവരുടേതായ സമ്പത്ത് വളരെ വലുതാണ്, ധാരാളം ആടുമേടുകളുണ്ട്. പലപ്പോഴും ഇവരുടേതായ ജോലിക്കാർ തമ്മിൽ പലപ്പോഴും അടിയുണ്ട്. പക്ഷേ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ കാര്യങ്ങൾ രണ്ടുപേർ തമ്മിലുള്ളപ്പോൾ ചെയ്തെടുക്കുവാൻ കഴിയും. അതാണ് ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ. ഒരാൾ 1000-ത്തെയും ഇരുവൻ 10,000-ത്തെയും ഓടിക്കുവാനിടയാകും. എന്നാൽ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇവിടെ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അബ്രഹാമിന് ചില വെളിപ്പാടുകൾ മനസ്സിലാക്കുവാനിടയായി. ഇവിടെ എന്ത് സംഭവിച്ചെന്നറിയാമോ? അബ്രഹാം ഒരു ഡിസിഷൻ എടുത്തു ഒരു ദിവസം. കാര്യം നമ്മൾ ചേർന്നിരിക്കുന്നതെല്ലാം നല്ലതാണ്, ബലമാണ്. പക്ഷേ അബ്രഹാം ഒരിക്കൽ പറഞ്ഞു, നമുക്ക് പിരിയാം. അബ്രഹാം പറയുകയാണ്, നമുക്ക് പിരിയാം. കാരണം ഇനിയും നമ്മൾ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല, പല വഴക്കുകൾക്കും കാരണമായി തീരും. നമുക്ക് പിരിയാം. ലോത്ത് റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലോത്ത് കാഴ്ചപ്രകാരം മൂവ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എവിടെ പച്ചപ്പുണ്ടോ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ലോകപ്രകാരം മൂവ് ചെയ്യുന്നൊരു വ്യക്തിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കാഴ്ചയാൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നാൽ അബ്രഹാം റെപ്രസെന്റ് ചെയ്യുന്ന ദൈവത്തിന്റെ വാക്കുകളെ കേട്ട് അബ്രഹാം ഓടുന്ന വ്യക്തിയെ, ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടും കൂടിയാണ് യാത്ര. ആരൊക്കെ കൂടിയാണ് യാത്ര? ആത്മാവാൽ ജീവിക്കുന്ന വ്യക്തിയും കാഴ്ചയാൽ ജീവിക്കുന്ന വ്യക്തിയും രണ്ടുപേരുടെ ഒരുമിച്ചാണ് യാത്ര. അമ്മേ, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയായി ദൈവത്തിൽ നിന്ന് കേട്ട് ദൈവത്തനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി. എന്നാൽ നമ്മുടെ അകത്തുള്ള പഴയ മനുഷ്യൻ, നമ്മുടെ അകത്തുള്ള ആ പഴയ ഹൃദയം, എന്നാൽ ഈ വ്യക്തിക്ക് ലോകപ്രകാരം ജീവിക്കാനാണ് താല്പര്യം. ഈ രണ്ട് വ്യക്തികളും കൂടി ഒരുമിച്ചാണ് ഇന്ന് ഈ ലോകത്ത് നടക്കുക. അമ്മേ, കാരണം പഴയ മനുഷ്യനും അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ സൃഷ്ടിയായ പുതിയ മനുഷ്യനും, ഈ രണ്ടും കൂടി ഒരുമിച്ച് നമ്മുടെ ഉള്ളിൽ ലോകത്ത് നടക്കുകയാണ്. ഈ രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയ ദൈവത്തിന് ദൈവം പല വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൽപ്പിച്ചിട്ടുണ്ട് എങ്കിലും ചില വാഗ്ദത്തങ്ങൾ അതിൽ നമുക്ക് അവകാശമാക്കുവാൻ കഴിയുകയില്ല. ഇങ്ങനെ അബ്രഹാം ലോത്തും കൂടി ഒരുമിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. തുടർന്ന് അബ്രഹാം ഒരു തീരുമാനം എടുക്കുകയാണ്. ആ തീരുമാനമാണ് നമുക്കവിടെ കാണുവാൻ കഴിയും. അതിന്റെ 8-ാം വാക്യം, 13:8. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ, ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ, എന്നെ വിട്ട് പിരിഞ്ഞാലും ഒന്ന് പറഞ്ഞാട്ടെ, എന്നെ വിട്ട് പിരിഞ്ഞാലും. അബ്രഹാം ലോത്തിനോട് പറയുകയാണ്, എന്നെ വിട്ട് പ്രിയരെ, ഇന്ന് നമ്മളോട് കൂടെ നടക്കുന്ന നമ്മളുടെ തന്നെ ശത്രുവായ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ പഴയ മനുഷ്യനുണ്ട്, കാഴ്ചയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനോട് ഇന്ന് പറയാൻ കഴിയുമോ, എന്നെ വിട്ട് പിരിഞ്ഞാലും. കാരണം നീ എന്റെ കൂടെ നടക്കുമ്പോൾ ഒരുപക്ഷെ എനിക്ക് ഒരു ഭൗതിക ബലമുണ്ടാകാതിരിക്കാം, പല ആടുകളും എല്ലാ കൂട്ടങ്ങളും ഉണ്ടാകാം. പക്ഷെ അതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ നീ എന്റെ കൂടെ നടക്കുമ്പോൾ എന്റെ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ എനിക്ക് അനുഭവിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് കാഴ്ച ജീവിക്കുന്നവ ഇന്ന് നമ്മുടെ ഉള്ളിലുണ്ട്. അവനെ വിട്ട് പിരിയണോ? അവിടെ പറയാണ്, നീ എന്നെ വിട്ട് പിരിഞ്ഞാലും. ദൈവം ആരോടൊക്കെയോ സംസാരിക്കുന്നു, നീ എന്നെ വിട്ട് പിരിഞ്ഞാലും. ഹല്ലേലൂയ. പ്രിയ പൈതലേ, പല നാളുകളായി പല വാഗ്ദത്തങ്ങൾ സ്വർഗത്തിലെ ദൈവം നിന്നോട് പറഞ്ഞിട്ട് നീ അത് ചിന്തിച്ചിരിക്കുക, എന്തുകൊണ്ടത് പ്രാപിക്കാൻ കഴിയുന്നില്ല. ചിലതിനെല്ലാം വിട്ട് പിരിയേണ്ടതുണ്ട്. ഇന്ന് അതിനോട് പറ, എന്നെ വിട്ട് പിരിഞ്ഞാല് കാഴ്ച ജീവിക്കുന്ന വ്യക്തി എന്റെ അകത്തുണ്ട്, ആ വ്യക്തി വിട്ട് പിരിയട്ടെ. ഇനി ഞാൻ കാഴ്ചയാലല്ല, ദൈവത്തിന്റെ ആത്മാവാൽ നടത്തപ്പെടുന്നവരാ ദൈവത്തിന്റെ മക്കൾ.